നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തളിപ്പറമ്പ് ചെറുകുന്നുതറ റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക്. ജനങ്ങളും വിദ്യാർത്ഥികളും വലഞ്ഞു. സമരം ധർമ്മശാലയിലെ അടിപ്പാതക്ക് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട്. കോൺഗ്രസിന് മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP RSS അജണ്ട നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസിന് മൗനം. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പോലും പൗരത്വ ഭേദഗതി പരാമർശമില്ലെന്നും മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് LDF സ്ഥാനാർത്ഥി MV ജയരാജൻ. CAA വിഷയത്തിൽ രാഹുലും കോൺഗ്രസും BJPക്ക് പൂർണ്ണമായും മടിയറവ് പറഞ്ഞു. പ്രതികരണം മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തോടെന്നും MV ജയരാജൻ. വാർത്തകൾ വിശദമായി. തളിപ്പറമ്പ് ചെറുകുന്നുതറ റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്കി. ധർമ്മശാലയിൽ നിലവിൽ അനുവദിച്ച അടിപ്പാതയ്ക്ക് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് ബസ് പണിമുടക്കുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി പ്രതിഷേധക്കാർ ധർമ്മശാലയിൽ യൂണിവേഴ്സിറ്റി റോഡിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മുമ്പ് ധർമ്മശാല വെയർഹൌസിന് സമീപം വെച്ചാണ് യൂണിവേഴ്സിറ്റി റോഡിലേക്ക് ചെറുകുന്ന ഭാഗത്തേക്കുള്ള ബസ്സുകൾ കയറാറുള്ളത്. എന്നാൽ നിലവിൽ അവിടെ ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായി അടച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ നിലവിൽ ചെറുകുന്ന ബസ്സുകൾ മാങ്ങാട് ഹാജിമൊട്ട വരെ എത്തി തിരിച്ച് റിട്ടേൺ വന്ന് യൂണിവേഴ്സിറ്റി കവാടത്തിലേക്ക് കയറേണ്ട അവസ്ഥയിലാണ്. ധർമ്മശാല കോഫി ഹൗസിന് സമീപത്തായി വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിലും ഇതുവഴി ചെറുവാഹനങ്ങൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതോടെ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് ചെറുകുന്ന ഭാഗത്തേക്കുള്ള ബസ് ജീവനക്കാർ. നിലവിൽ ഇവിടെ അടിപ്പാത അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് വീതി കൂട്ടി ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്നും നിലവിൽ ഒരുക്കിയിട്ടുള്ള പാതയ്ക്കും വീതി കൂട്ടണം എന്നാണ് ആവശ്യമുയരുന്നത്. പ്രതിഷേധ പരിപാടിക്ക് M ബാലകൃഷ്ണൻ, C മിഥുൻ, K പ്രദീപൻ, P ബിജു, E രാജീവൻ, P രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. താൻ തന്നെ തനിക്കെതിരെ വൃത്തികെട്ട വ്യാജ ആരോപണം ഉന്നയിച്ച് ജയിക്കേണ്ട ആവശ്യമില്ലെന്ന് വടകര LDF സ്ഥാനാർത്ഥി KK ശൈലജ. തനിക്കെതിരെ ഷാഫി പറമ്പിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു. സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ വടകര മണ്ഡലത്തിൽ ചർച്ചാ വിഷയമല്ലെന്നും ശൈലജ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രചാരണങ്ങൾ തനിക്ക് ഗുണം ചെയ്യും. BJPയുടെ നയവും കോൺഗ്രസിന്റെ നയവും ഒന്നാണ്. കോൺഗ്രസ് ഇത്തവണയും നില മെച്ചപ്പെടുത്തില്ലെന്നും KK ശൈലജ പറഞ്ഞു. ഈ മത്സരത്തിന് നോമിനേഷൻ കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ചാ വിഷയമാകുക എന്നാണ്. ചില സെൻസേഷനിലായിട്ടുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നതിന് എതിർകക്ഷികൾ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് UDFൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ശ്രമമാണ് തുടക്കത്തിൽ കണ്ടത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളെന്താ ചർച്ചാ വിഷയമാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടാവുക. ഞാൻ വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞു. ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം എങ്ങനെയാകണം, എങ്ങനെ ആയിക്കൂടാ, ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. വടകരയിലെ ഫലത്തിൽ വളരെ ഗുണപരമായിട്ടുണ്ടാകും. കാരണം സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പല പ്രചരണങ്ങളും എനിക്കെതിരായി നടത്തി എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നല്ല ധാർമ്മികതയുള്ള മനുഷ്യരുടെ മനസ്സിൽ അതൊരു പ്രതിഷേധമുണ്ട്. ചിലർ എന്നെ വിളിച്ചിരുന്നു, എൻ്റെ പാർട്ടിയിലൊന്നും പെടാത്ത ആളുകൾ. ടീച്ചർ, ഞങ്ങൾ ചിലത് കണ്ടു, പക്ഷേ അതിലൊന്നും വിഷമിക്കരുത്, അത് തെറ്റാണ്, ഞങ്ങൾക്കെല്ലാം അതിൽ എതിർപ്പുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഉന്നതരായ നേതാക്കളൊന്നുമല്ല, പ്രാദേശികമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം പ്രവർത്തനം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ബൂമറാങ്ങായിട്ട് വരും, അവർക്ക് തന്നെ ദോഷം ചെയ്യുകയുള്ളൂ. വേനൽ ചൂടിന് ആശ്വാസമായി കണ്ണൂരിൽ പലയിടങ്ങളിലും മഴ പെയ്തു. ഇടിയോടുകൂടിയ കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന മഴ കനത്ത ചൂടിന് തെല്ലൊരു ആശ്വാസമായി. ഉച്ച മുതൽ കനത്ത ചൂട് രേഖപ്പെടുത്തിയതിനിടയിലായിരുന്നു വൈകുന്നേരത്തോടെ മഴ എത്തിയത്. വരും ദിവസങ്ങളിലും വേനൽ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. തളിപ്പറമ്പ് ചെറുകുന്നുതറ റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക്. ജനങ്ങളും വിദ്യാർത്ഥികളും വലഞ്ഞു. സമരം ധർമ്മശാലയിലെ അടിപ്പാതക്ക് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട്. കോൺഗ്രസിന് മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP RSS അജണ്ട നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസിന് മൗനം. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പോലും പൗരത്വ ഭേദഗതി പരാമർശമില്ലെന്നും മുഖ്യമന്ത്രി.
രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് LDF സ്ഥാനാർത്ഥി MV ജയരാജൻ. CAA വിഷയത്തിൽ രാഹുലും കോൺഗ്രസും BJPക്ക് പൂർണ്ണമായും മടിയറവ് പറഞ്ഞു. പ്രതികരണം മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തോടെന്നും MV ജയരാജൻ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാ മാൾ, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, ഇരട്ടി. M സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസിന് മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ട് RSS മനസ്സായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP RSS അജണ്ട നടപ്പിലാക്കുമ്പോൾ മതനിരപേക്ഷ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിൽ പോലും പൗരത്വ ഭേദഗതിയെപ്പറ്റി മിണ്ടിയില്ലെന്നും പിണറായി പറഞ്ഞു. മട്ടന്നൂരിൽ MV ജയരാജന്റെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പോലും ഇതിനെതിരെ പരാമർശം ഇല്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭത്തിൽ ഒരു കോൺഗ്രസ് നേതാക്കളെയും മോദിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെന്നും BJPക്ക് തുടർഭരണം ദുഷ്കരമായപ്പോൾ RSSന്റെ തീവ്ര അജണ്ട നടപ്പിലാക്കാൻ തുടങ്ങിയെന്നും മട്ടന്നൂരിൽ MV ജയരാജന്റെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ പറഞ്ഞു. RSS അജണ്ട നടപ്പാക്കുമ്പോൾ കോൺഗ്രസ് മതനിരപേക്ഷ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അതിനെ എതിർക്കാൻ പോലും തയ്യാറാകാത്തത്. KPCCയുടെ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന UDF കൺവീനർ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ഈ കാര്യം ഉൾപ്പെടുത്താൻ മനസ്സില്ല, അത് നിങ്ങൾക്ക് എന്താ എന്നാണ് ചോദിച്ചത്. അതാണ് ന്യായം. നിങ്ങൾക്ക് മനസ്സില്ല. ഏത് മനസ്സാണ് നഷ്ടപ്പെട്ടത്? മതനിരപേക്ഷ മനസ്സ്. നിങ്ങൾ ചേരുന്ന മനസ്സ് സംഘപരിവാർ മനസ്സ്. അതാണ് ആലോചിക്കേണ്ടത്. മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ട്
സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേരാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞു? ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കിഴുന്ന വടക്കേ വീട്ടിൽ തറവാട്ടിലെ തെയ്യ മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ഉത്സവം ഞായറാഴ്ചയോടെയാണ് സമാപിച്ചത്. വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിരുമുടി ആറാടിക്കലോടെയായിരുന്നു സമാപനം. മഹാദേവന്റെ ഇടത് തൃക്കാലിൽ നഖം പൊട്ടിപ്പിളർന്നുണ്ടായ ക്ഷിപ്രപ്രസാദിയായ ഗുളികൻ ദൈവത്തെ മലയ സമുദായക്കാർ കുലദൈവമായി ആരാധിക്കുന്നു. പുറങ്കാലൻ, കരിങ്കാലൻ എന്നീ പേരുകളുള്ള ഗുളികന്റെ സഞ്ചാരമോ നോട്ടമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ലെന്നും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ജനന മരണകാരകനായ ഗുളികൻ ദൈവമാണെന്നും വിശ്വസിച്ചു പോരുന്നു. മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പൊട്ടൻ തെയ്യത്തെ അടിയാള സമുദായങ്ങൾ മുതൽ മേലാള സമുദായങ്ങൾ വരെ ഭക്തിവിശ്വാസത്തോടെ ആരാധിക്കുന്നു. ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഐതിഹ്യം അദ്ദേഹത്തിൻ്റെ കൃതിയായ മനീഷ പഞ്ചകത്തിലും പരാമർശിച്ചിട്ടുണ്ട്. ഉത്തര മലബാറിലെ തെയ്യക്കോലങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള തെയ്യമാണ് വിഷ്ണുമൂർത്തി. അംഗത്തിനും പടക്കും കൂട്ടത്തിനും കുറിക്കും നായാട്ടിനും നരിവിളിക്കും തുണയായിരിക്കുന്ന വിഷ്ണുമൂർത്തി മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തിയാണ്. ഹിരണ്യകശിപുവിൻ്റെ പുത്രനായി പിറന്ന പ്രഹ്ലാദൻ തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു. ഇതിൽ കോപാകുലനായ ഹിരണ്യകശിപു നിന്റെ നാരായണൻ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ തൂണിലും തുരുമ്പിലുമുണ്ടെന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. അതറിയുവാൻ ഹിരണ്യകശിപു തൂണ് തകർത്തപ്പോൾ നരസിംഹരൂപം പുറത്തു വരികയും രാവും പകലുമല്ലാത്ത ത്രിസന്ധ്യാനേരത്ത് വാതിൽപ്പടിയിലിരുന്ന് മടിത്തട്ടിൽ വെച്ച് കൈനഖങ്ങൾ കൊണ്ട് നെഞ്ചു പിളർന്ന് രുധിരം പാനം ചെയ്തു എന്നും ഐതിഹ്യമുണ്ട്. തറവാട്ടുത്സവത്തോടനുബന്ധിച്ച് ഉണർവ് കലാസമിതിയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളിയും അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് കണ്ണൂർ LDF സ്ഥാനാർത്ഥി MP ജയരാജൻ. രാഹുലിനെ കിങ്ങിണിക്കുട്ടൻ എന്ന് ആരെങ്കിലും വിളിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തോടാണ് MP ജയരാജന്റെ പരിഹാസ പ്രതികരണം. മട്ടന്നൂരിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിന് ശേഷമുള്ള പ്രസംഗത്തിലാണ് കണ്ണൂർ LDF സ്ഥാനാർത്ഥി കൂടിയായ MP ജയരാജൻ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതികരണം നടത്തിയത്. പക്ഷേ ഒരു ദേശീയ നേതാവ് ഒരിക്കലും അങ്ങനെ പറയുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് ഏതാനും മാസങ്ങൾ ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ദേശീയ നേതാവ് ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തും പൊരുതുന്ന ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി അത് പറയുക വഴി ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു കിങ്ങിണി കുട്ടൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത പാർട്ടിയായി പൂർണ്ണമായും കോൺഗ്രസ് മാറിയെന്നും നിലപാടില്ലായ്മ കോൺഗ്രസിന്റെയും മതേതര സ്വഭാവം നഷ്ടപ്പെടുത്തിയെന്നും ജയരാജൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ ഏജൻസികളെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാൻ പാടുപെടുകയാണ് കോൺഗ്രസ് നേതൃത്വം. CAA വിഷയത്തിൽ ഒന്നും മിണ്ടാത്ത രാഹുലും കോൺഗ്രസും BJPക്ക് പൂർണ്ണമായും അടിയറവ് പറഞ്ഞു കഴിഞ്ഞുവെന്നും ജയരാജൻ മട്ടന്നൂരിൽ പറഞ്ഞു. പിണറായിയിൽ തെരുവുനായ ശല്യം രൂക്ഷമെന്ന് പരാതി. പിണറായി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 5ാം വാർഡിൽ തയ്യിൽ മുക്ക് റോഡ് പ്രദേശത്ത് താമസിക്കുന്ന വീട്ടുകാർ ഭീതിയിൽ. ഈ വിഷയം പലതവണ പഞ്ചായത്ത് അധികാരികളെയും വാർഡ് മെമ്പറെയും അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കൊഴുക്കുകയാണ്. ഇരു മുന്നണികളും പലതരത്തിലും പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും UDF സ്ഥാനാർത്ഥി K സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്പം വേറിട്ട് നിൽക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലും കാഹളത്തിലൂടെ പ്രചാരണം നടത്തിയാണ് സുധാകരന്റെ പ്രചാരത്തിന് വേറിട്ട വഴി തേടിയത്. പുതുമയിലും പഴമ നിലനിർത്തുന്ന പ്രചാരണമായത് മാറി.
ധർമ്മടം നിയോജക മണ്ഡലത്തിലെ കടമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് പുതുമയിലും പഴമ നിലനിർത്തി വോട്ടഭ്യർത്ഥന നടത്തുന്നത്. കാണാം ആ വേറിട്ട കാഴ്ചകൾ. ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ കെ സുധാകരന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം രേഖപ്പെടുത്തി ശ്രീമാൻ കെ സുധാകരന് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുന്നു. ഇനി വാണിജ്യം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന് കണ്ണൂരിൽ പുതിയ നവീകരിച്ച ഷോറൂം. ലോകോത്തര നിലവാരത്തിൽ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ പാർട്ടി വെയർ, നിത്യോപയോഗത്തിനുള്ള ആഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഏതു പ്രായത്തിലുള്ളവർക്കും ഏതവസരത്തിലും ഉപയോഗിക്കാവുന്നതും വിവിധ സംസ്കാരങ്ങൾക്ക് അനുയോജ്യവുമായ വിപുലവും ആകർഷകവുമായ ആഭരണ ശേഖരം നവീകരിച്ച പുതിയ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂമിൽ ലഭ്യമാണ്. ഫെയർ പ്രൈസ് പ്രോമിസിന് ഉപഭോക്താക്കൾക്കിടയിൽ മികച്ച പ്രതികരണവുമാണ് ലഭിക്കുന്നത്. കേവലം 2.5% മുതൽ പണിക്കൂലിയിൽ വൈവിധ്യമാർന്ന ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണത്തിന് രാജ്യത്ത് എവിടെയും ഒരേ വിലയാണ് കമ്പനി ഈടാക്കുന്നതും. സ്വർണ്ണാഭരണങ്ങളുടെ കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയിറ്റ്, നെറ്റ് വെയിറ്റ്, സ്റ്റോൺ ചാർജ് എന്നിവയും രേഖപ്പെടുത്തിയ സുതാര്യമായ പ്രൈസ് ടാഗ്, ആഭരണങ്ങൾക്ക് ആജീവനാന്ത ഫ്രീ മെയിന്റനൻസ്, പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ സ്വർണത്തിന് 100% മൂല്യം, ആഭരണങ്ങൾക്ക് BIS ഹോൾമാർക്കിംഗ്, ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ IGI, GIA സർട്ടിഫൈഡ് ഡയമണ്ടുകൾ, എല്ലാ ആഭരണങ്ങൾക്കും ബൈബാക്ക് ഗ്യാരണ്ടി എന്നിവയെല്ലാം കമ്പനിയുടെ ഓഫറുമാണ്. ഉപഭോക്താക്കൾക്ക് ഹൃദ്യമായ ഷോപ്പിംഗ് അനുഭവങ്ങൾ നൽകുന്നതിനായി വിശാലമായ സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന ചടങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഫ് മഠത്തിൽ, കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര, എഡ്യൂക്കേഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, ഇന്ത്യൻ ഓപ്പറേഷൻസ് MD O അഷർ, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാദ് AK, കോർപ്പറേറ്റ് ഹെഡ് അബ്ദുൾ ജലീൽ, റീജിയണൽ ഹെഡ് സുബൈർ MP, സോണൽ ഹെഡ് ജാസിർ തണ്ടോറ, കണ്ണൂർ ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് അബൂബക്കർ സിദ്ദിഖ്, മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ വിൽപ്പന നടന്നു. പ്രതീക്ഷവും നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് ന്യായമായ പണിക്കൂലി എന്നീ 10 പ്രോമിസുകളാണ് മലബാർ ഗോൾഡൻ ഡയമണ്ടുകൾ ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും സ്വർണത്തിന്റെ വിലവർദ്ധനവിൽ നിന്നും രക്ഷ നേടാനായി വിലയുടെ 3% മുതൽ നൽകി മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലുണ്ട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലാഭത്തിന്റെ 5% സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നുമുണ്ട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന് 13 രാജ്യങ്ങളിലായി 350-ലധികം ഷോറൂമുകളുമുണ്ട്. ഞങ്ങൾ 3 പതിറ്റാണ്ടായി കണ്ണൂർ പ്രവർത്തിക്കുന്നു. 2.5 പതിറ്റാണ്ടിലധികമായി തലശ്ശേരി 2 പതിറ്റാണ്ടിലധികമായി വളരെ സ്നേഹവും ബഹുമാനവും അംഗീകാരത്തിന് തെളിയിക്കൊണ്ട് ഞങ്ങൾ 2 കൈയ്യും നീട്ടി സ്വീകരിച്ച ജനങ്ങളാണ്. ഇന്നോരുണ്ട്. കണ്ണൂർ ജില്ലയിൽ 4
ക്വാളിറ്റി ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ല. സ്വർണ്ണ വെള്ളി നിരക്ക് അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിപ്പറമ്പ് ചെറുകുന്നുതറ റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക്. ജനങ്ങളും വിദ്യാർത്ഥികളും വലഞ്ഞു. സമരം ധർമ്മശാലയിലെ അടിപ്പാതക്ക് വീതി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട്. കോൺഗ്രസിന് മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP RSS അജണ്ട നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസിന് മൗനം. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പോലും പൗരത്വ ഭേദഗതി പരാമർശമില്ലെന്നും മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് LDF സ്ഥാനാർത്ഥി MV ജയരാജൻ. CAA വിഷയത്തിൽ രാഹുലും കോൺഗ്രസും BJPക്ക് പൂർണ്ണമായും മടിയറവ് പറഞ്ഞു. പ്രതികരണം മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തോടെന്നും MV ജയരാജൻ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.